ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി തന്തൂരി റെസിപ്പി കേട്ടോ. ഹരിയാലി ചിക്കൻ തന്തൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 7 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, കൊറിയാൻഡർ ലീഫ്, പിന്നെ ഒരു 5 തണ്ട് മിൻറ്റ് ലീഫും, പിന്നെ ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ 6 ഗാർലിക് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 ഗ്രീൻ ചില്ലീസും കൂടി വേണം. ഗ്രീൻ ചില്ലീസ് നിങ്ങൾക്ക് എരിവ് കൂട്ടണമെങ്കിൽ ഒരു 5-8 ആവാം. ഞാനിവിടെ 5-6 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ഇഞ്ച് ജിഞ്ചറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യോഗോട്ടോ കേർഡ് എന്താണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി 1/2 ടീസ്പൂൺ കസൂരി മെത്തിയും, പിന്നെ 1 ടീസ്പൂൺ ഫെനൽ സീഡ്സോ അല്ലെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ, നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പം ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. ചിക്കൻ ഞാനിവിടെ 1 ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ വാങ്ങുമ്പം തന്നെ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ 4 പീസാക്കി കട്ട് ചെയ്ത് തരും, തന്തൂരി പോലെ. ഓക്കെ, ഇനി അതിലേക്ക് ഞാൻ നല്ലോണം കത്തി വെച്ചിട്ട് നല്ലൊരു കീറ് കൊടുത്തിട്ടുണ്ട്, 4-5 കീറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ഉള്ളിൽ പോണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 30 മിനിറ്റത്തോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ, മിനിമമാണ്. അല്ലെങ്കിൽ 1-2 മണിക്കൂർ നിങ്ങൾക്ക് പുറത്ത് വെച്ച് മാരിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ മേലെ. ഓക്കെ, അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വെക്കാം. മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉപ്പ് ശ്രദ്ധിക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് കുറവായിരുന്നു, അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. അപ്പോൾ നിങ്ങൾ ഉപ്പ് നല്ലോണം നോക്കുക. ഉപ്പ് കുറച്ചൊന്ന് മുന്നോട്ട് വെക്കണം, അപ്പോഴാണ് ഇത് കുക്കെല്ലാം ചെയ്ത് കിട്ടുമ്പോൾ നല്ല കറക്റ്റ് ഉപ്പായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഗ്രില്ല്. എന്നിട്ട് ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ എല്ലാ മസാലയും കൂടെ തന്നെ ഞാൻ ഈ ചിക്കൻ ഗ്രില്ലിൻ്റെ മേലെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് മസാല അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ഞാൻ എൻ്റെ കുക്കിംഗ് റേഞ്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 to 7 മിനിറ്റ്സ് വരെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുക്കിംഗ് റേഞ്ച് നല്ലോണം ഹീറ്റായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളിത് ചിക്കൻ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 20 മിനിറ്റത്തേക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വരെയാണ് കുക്ക് ചെയ്തെടുത്തത്. ഓക്കെ, എന്നിട്ട് 20 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡും കൂടി കുക്കാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എഗെയിൻ ഞാനൊരു 20 മിനിറ്റ് സ്ലോ കുക്കിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, വേഗമൊന്നും കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സ്ലോ ആയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ്. അപ്പം ലോ ടു മീഡിയം, ലോന്ന് കുറച്ചൊന്ന് പൊന്തിച്ചിട്ടേ ഉള്ളൂ. 180 ഡിഗ്രിയിലാണ് വെച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത 20 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ചിക്കൻ ആ ഒരു കളറൊക്കെ വന്ന്, ഗ്രില്ലിൻ്റെ ആ ഒരു കളറൊക്കെ വന്ന് ബ്ലാക്ക് ഷെയ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഹരിയാലി ചിക്കൻ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ജ്യൂസിയാണ്. അപ്പം ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കുമ്പോഴാണ് ആ ഒരു ജ്യൂസിനെസ്സൊക്കെ കിട്ടും കേട്ടോ കുക്ക് ചെയ്ത് വരുമ്പം. അപ്പം അതേപോലെ വെച്ച് കൊടുക്കുക. അത്രയും ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അധികം ബേണൊന്നും ആയിട്ടില്ല, കട്ടിയായിട്ടില്ല, നല്ല ടേസ്റ്റാണ്. അടിപൊളി നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു പെരി ചിക്കൻ തന്തൂരി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടാണ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാം. അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.